മച്ചാമാരെ ഇന്ന് നമ്മ തൃപ്രയാർ ഫുഡ് സീരീസ് ലഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പൊ നമ്മ ഇന്ന് ലഞ്ച് കഴിക്കാൻ വന്നിട്ടുള്ളത് റിലാക്സിലാണ്. അപ്പൊ പോരെ റിലാക്സിലെ സ്പെഷ്യൽ എന്താ നോക്കാം, നമുക്കത് കഴിക്കാം. വാ. തൃപ്രയാറിലെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ഇവിടെയുള്ള എല്ലാവിധ ഹോട്ടലിലും നമ്മൾ കയറി അതിൻ്റെ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ അതൊന്ന് കയറി കണ്ടോ. തൃപ്രയാർ എവിടെയൊക്കെ ഫുഡ് കിട്ടുന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ സ്പെഷ്യൽ എന്നിട്ടാ ബിരിയാണി ഏതൊക്കെ ഉള്ളത്? ആ നോക്കട്ടെ. ബിരിയാണി ദമ്മാണ്, ചിക്കൻ ബിരിയാണി, മട്ടൻ ബിരിയാണി, ബിരിയാണി ദമ്മാണ്, ഫിഷ് ബിരിയാണി, പ്രോൺസ് ബിരിയാണി, ഫിഷ് നോർമൽ ബിരിയാണി, ചപ്പാത്തി, പൊറോട്ട, ഒരു ചിക്കൻ ദം ബിരിയാണി, ഒരു ബീഫ് പറയാണ്, ഒരു ബീഫ് ദമ്മോ, ബീഫ് ദം, ഒരു ചിക്കൻ ദം. വേറെ സ്പെഷ്യൽ ചിക്കൻ 65 ഡ്രാഗൺ ചിക്കൻ എന്നിട്ടാ ഡ്രൈ ആണോ? ഡ്രൈ ആയിട്ട് അത് ചൈനീസാണ്. അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്തപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്രാഗൺ ചിക്കൻ പറഞ്ഞിട്ടുണ്ട്, ദം ബിരിയാണി ചിക്കൻ പറഞ്ഞിട്ടുണ്ട്, ദം ബിരിയാണി ബീഫും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് കഴിച്ചു നോക്കാം. ഇവിടെ അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ടോ. നല്ല അടിപൊളി പതിമുഖത്തിന് വെള്ളം തന്നിട്ടുണ്ട് കേട്ടോ. നല്ല ചൂടുണ്ട് ഈ മഴക്കാലത്ത്. നല്ല അടിപൊളിയായിട്ട് കുടിച്ചിരിക്കുക. ശബ്ദമൊന്നും ശരിക്കും ചിലപ്പോൾ കേട്ടില്ല എന്ന് വരും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിറച്ച ആൾക്കാരാണ്. ബാക്ക്ഗ്രൗണ്ടിൽ അത്യാവശ്യം നല്ല ശബ്ദമുണ്ട്. നമ്മുടെ ഫുഡൊക്കെ വന്നിട്ടുണ്ട്. ഇത് ചിക്കനാ? ഓക്കെ. ഡ്രാഗൺ പപ്പടം ഉണ്ട്. പപ്പടം പക്ഷെ തണുത്ത പപ്പടം ഉണ്ടാ. പപ്പടം സെറ്റല്ല. പപ്പടം അവിടെ ഇരുന്നോട്ടെ. ഇത് ബീഫ് ബിരിയാണി, ഇത് ചിക്കൻ ബിരിയാണി, സർലാസ്, ഡ്രാഗൺ ചിക്കൻ, കൊള്ളാണ്ടാ, അടിപൊളി. ഡ്രാഗൺ ചിക്കൻ അടിപൊളിയാട്ടാ. സംഭവം ഇങ്ങനെ വെറുതെ ഇരുന്ന് തിന്നാൻ പറ്റിയൊരു സംഭവം കേട്ടാ ഡ്രാഗൺ ചിക്കൻ. വാവ്, നല്ലേ. ഡ്രാഗൺ ചിക്കന് സംഭവം അടിപൊളിയുണ്ട്. കൂട്ടുകാർ റിലാക്സ് വരുമ്പോ മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്തോ. അടിപൊളി സാധനം. ആദ്യം തന്നെ ദമ്മ് കേട്ടോ, അത് ബീഫ് ദമ്മ്. പീസ് നല്ല അല്ലി പോലെ ഇരിക്കുന്നുണ്ടാ. സർലാസ് കൂടി നമുക്കൊന്ന് കഴിച്ചോക്കാം. സർലാസാണല്ലോ മെയിൻ. സർലാസ് ഒരു പിടി, സർലാസ് ഒരു പിടി. ബീഫൊക്കെ അടിപൊളി ബീഫ്. സംഭവം നല്ല സോഫ്റ്റ് ആണ്. നല്ല പോലെ വെന്തുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. സംഭവം കൊള്ളാം. റിലാക്സിലെ ബീഫ് ബിരിയാണി സൂപ്പർ. ഇനി റിലാക്സിലെ മെയിൻ ഐറ്റം ചിക്കൻ ബിരിയാണി. ചിക്കൻ ബിരിയാണി റിലാക്സിലെ അധികം പേരും കഴിക്കാം. സംഭവം നല്ല ടേസ്റ്റുള്ള ബിരിയാണിയാണ് ചിക്കൻ ബിരിയാണി. ഇതാണ് റിലാക്സിലെ മെയിൻ ചിക്കൻ ബിരിയാണി, ചിക്കൻ ദം ബിരിയാണി. സംഭവം ഫേമസ് ആണ്. കട പീസ് ഉള്ളാട്ടാ, നല്ല വലിപ്പുള്ള പീസിന് അത്യാവശ്യം പീസുണ്ട്. ഓക്കെ, ഇതുണ്ടോ ചിക്കനൊക്കെ നല്ല സോഫ്റ്റ് ചിക്കനാ. സംഭവം അടിപൊളിയാ. അപ്പൊ നമുക്ക് എന്തായാലും കഴിച്ചു നോക്കാം. കുറച്ച് സർലാസ്, നല്ലൊരു ചിക്കൻ്റെ പീസ് എടുത്തിട്ട് അടയ്ക്കാം. ചിക്കൻ ദം ബിരിയാണി അടിപൊളിയായിട്ടാ. ബീഫ് ബിരിയാണിയെക്കാളും ടേസ്റ്റ് ചിക്കൻ ബിരിയാണി ആട്ടാ. നമ്മൾ അടിപൊളിയായിട്ട് കൂട്ടുകാർ വരുമ്പോൾ മസ്റ്റായിട്ട് ട്രൈ ചെയ്തോളാം. ചിക്കൻ ദം ബിരിയാണി നമുക്ക് ചെയ്തോളാം.
അടിപൊളിയാണ്. ചിക്കനൊക്കെ നല്ല സോഫ്റ്റാണ്, നല്ല പോലെ വെന്തുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. എല്ലാരും ബിരിയാണിയുടെ കൂടെ 65 മേടിക്കുക. നമ്മള് ഡ്രാഗൺ മേടിച്ചു. ഡ്രാഗൺ അടിപൊളിയാട്ടാ സംഭവം, നല്ല ടേസ്റ്റ് ഉണ്ട്. ചൈനീസ് ആയതുകൊണ്ട് തന്നെ ഒരു വ്യത്യസ്ത ടേസ്റ്റ് ആണല്ലോ. ബിരിയാണിയുടെ കൂടെ നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. നിങ്ങൾക്ക് പിന്നെ ഒരു വേറൊരു നല്ല കോമ്പിനേഷൻ ഉണ്ട്, ഡ്രാഗൺ ചിക്കനും പൊറോട്ടയും അടിപൊളിയാട്ടാ. ചിക്കൻ ബിരിയാണി ഒരെണ്ണം കഴിക്കാൻ എളുപ്പമല്ലട്ടാ. ഇത് ഇവിടം വരെ എത്തി, നന്നായിണ്ട്. നല്ല തീറ്റക്കാർക്ക് ഇത് ഒരെണ്ണം കഴിക്കാൻ പറ്റുള്ളൂ. നമ്മളെപ്പോലുള്ളവരൊക്കെ കഷ്ടപ്പെട്ട് കഴിക്കേണ്ടി വരും. നമ്മ ദമ്മ് ചിക്കൻ ബിരിയാണി കഴിച്ചു, ദമ്മ് ചെയ്ത ബീഫും കഴിച്ചു. ഇതില് ഏറ്റവും ബെസ്റ്റ് നമ്മ പറയാ ചിക്കൻ ഉണ്ടാവും. ചിക്കൻ ബിരിയാണി മസ്റ്റ് ട്രൈ ആയിട്ടാണ് റിലാക്സില് നമ്മൾ അടിപൊളിന്. അപ്പൊ കഴിച്ച കൂട്ടുകാരെ അഭിപ്രായം പറയാ. കഴിക്കാത്ത കൂട്ടുകാർ വന്നിട്ട് എന്തായാലും ഇവിടുന്ന് ചിക്കൻ ദം ബിരിയാണി മേടിച്ച് കഴിക്കണം. സംഭവം അടിപൊളിയാ. ഇപ്പോഴത്തെ ഈ കാലാവസ്ഥയിൽ മഴ പെയ്യുമ്പോ ഒരു ചൂട് ചിക്കൻ ദം ബിരിയാണി അടിപൊളിയാ. അപ്പൊ കൂട്ടുകാരൊക്കെ ഒന്ന് ട്രൈ ചെയ്തിട്ട് അഭിപ്രായം അറിയിക്കുക. സംഭവം കിടുക്കനാ. അപ്പൊ നമ്മുടെ റിലാക്സിന്റെ സ്പോട്ട് വരുന്നത് നാട്ടിൽ നിന്ന് തൃപ്രയാർ പോകുമ്പോ ലെഫ്റ്റ് സൈഡിലായിട്ടാണ്. TVSന്റെ ഷോറൂമിന്റെ ഓപ്പോസിറ്റ് സൈഡിലായിട്ടാണ് വരുന്നത്. അപ്പൊ റിലാക്സിലെ ചിക്കൻ ദം ബിരിയാണി എല്ലാവരും വന്ന് ട്രൈ ചെയ്യണം. സംഭവം അടിപൊളിന്. ഒരാൾ വന്ന ഒറ്റയ്ക്ക് കഴിക്കാനൊന്നും പറ്റില്ല, കാരണം അത്രയ്ക്കധികം ക്വാണ്ടിറ്റി ഉണ്ട്. നന്നായിട്ട് ചിക്കനും ഉണ്ട്, റൈസും അത്യാവശ്യത്തിനുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഡ്രാഗൺ ചിക്കൻ മുഴുവൻ തിന്നാൻ പറ്റില്ല. പാർസൽ മേടിച്ചു വീട്ടിൽ കൊണ്ടുപോയിട്ട് കഴിക്കാം. റിലാക്സിന്ന് കിട്ടുന്നേക്കാളും നല്ല ചിക്കൻ ബിരിയാണി തൃപ്രയാർ കിട്ടുന്ന ആർക്കെങ്കിലും അറിയാന്നുണ്ടെങ്കിൽ കൂട്ടുകാരൊന്ന് കമന്റ് ചെയ്യും. എന്റെ അഭിപ്രായത്തിൽ തൃപ്രയാർ ഏറ്റവും നല്ല ചിക്കൻ ബിരിയാണി ദമ്മ് കിട്ടുന്നത് റിലാക്സിലാണ്. ആർക്കെങ്കിലും വേറെ അറിയാന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം, നമ്മ ഒന്ന് കഴിക്കും.